ഈ സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച അത്ര വലിയ പ്രശ്നമാണോ? ലീഗിന് വർഗീയ അജണ്ട ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തങ്ങൾ മുൻകൈയെടുക്കുന്നത് കാണുന്നില്ലേ? ആർക്കാണ് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കേണ്ട ഉദ്ദേശം ഉള്ളത് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ മുനമ്പം പ്രശ്നം വെച്ച് തന്നെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്തുമാത്രം പരിശ്രമിക്കുന്നു. മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ചു കൂട്ടുന്നു, അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെ വിളിക്കുന്നു, അഭിവന്യ ബിഷപ്പ്മാരെ കാണുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ വർഗീയത ഇല്ലാത്തതുകൊണ്ടല്ലേ? പാണക്കാട് തങ്ങന്മാർ പണ്ടേ സമൂഹത്തിൽ ഛിദ്രതയും സ്പർദ്ധയും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അതിനെ അവരും ചോദ്യം ചെയ്യൂല എന്നാണ് എൻ്റെ വിശ്വാസം. രാഷ്ട്രീയമായിട്ടൊക്കെ പറഞ്ഞോട്ടെ, അത് വേറെ കാര്യം. മുഖ്യമന്ത്രി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടുന്നു എന്നുള്ള വിഷയമാണ് പറയുന്നത്. അത് ഇത്രയും കാലം അവർ കൂട്ടിക്കൊണ്ട് നടന്നവരെ ഇപ്പുറത്ത് കൂട്ടുന്നു എന്ന ധാരണയിൽ പറയുന്നതാണ്. അതല്ലാതെ അവർ കൂട്ടുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ്, സന്ദീപ് വാര്യർ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. സന്ദീപ് വാര്യർ CPMലേക്കാണ് പോകുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയറാണ്, നല്ല കോമ്രേഡാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ പോക്ക് കോൺഗ്രസ്സിലേക്കാന്ന് വന്നപ്പോൾ അദ്ദേഹം എന്താ പറയുക, കാളിയനായി. എന്താ പറഞ്ഞ കാളകൂടെ വിഷമല്ല, അത് വേറെയാണ്. എന്തെല്ലോ ആയി, കാളിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, മോശക്കാരനായി ചുരുക്കി പറഞ്ഞാൽ. അത് തരം പോലെ മാറുന്ന ഒരു കാര്യമാണ്. ഈ നയങ്ങളും അങ്ങനെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് ആളും തരം പോലൊക്കെ അതാത് കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം വേഗം മാറ്റം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് CPMൻ്റെ ഈ കാര്യത്തിലുള്ള നയം. പാണക്കാട് തങ്ങന്മാർക്ക് എന്നും ഉള്ള ഒരു സ്ഥാനമുണ്ട്, ഒരു മധ്യസ്ഥതയുടെ റോള്. അത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അഭിവന്യ പിതാക്കന്മാരുമായി ഇപ്പോൾ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ചർച്ച നടത്തുകയാണ്. അതെന്തിനാ? കമ്മ്യൂണൽ ഡിവൈഡ് ഇല്ലാതിരിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാനും വേണ്ടിയാണ്. ഇതൊക്കെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ് അവർ. പാണക്കാട് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. 18 ഏതായാലും ഒരുപാട് ബിഷപ്പ്മാരാണ് ഇന്നിവിടെ കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് ചർച്ച നടത്തിയത്. അത് ചെറിയ കാര്യമാണോ? അപ്പോൾ അതൊക്കെ ഇന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ബിഷപ്പ്മാർ ഒരുമിച്ച് കൂടി ഇന്ന് എറണാകുളത്ത് വെച്ച് അദ്ദേഹവുമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയത്. പ്രശ്നപരിഹാരം. എന്നിട്ടും ഞങ്ങൾ പറയുന്നത് സർക്കാരുമായിട്ട് സഹകരിക്കുന്നതാണ് ഈ വിഷയം പരിഹരിക്കാൻ. പ്രതിപക്ഷ നേതാവ് ആയിട്ടും ഞങ്ങൾ സംസാരിച്ചു, മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സർക്കാരുമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചു പോട്ടെ. കമ്മ്യൂണൽ ഡിവൈഡും വർഗീയതയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളെപ്പറ്റി പറയാൻ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞ പോലെ മോശമാവും.